ഹായ് വെൽക്കം ടു സൈലന്റ് ലേണിംഗ്. ഞാൻ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. മക്കൾക്കെല്ലാ ആളുകൾക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു. സാറിന് സുഖമാണ്. സാറിന് വന്നിട്ടുള്ളത് 8ാം ക്ലാസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററുകളിൽ ഒന്നാണ് വാട്ടർ ഓൺ എർത്ത്, അല്ലെങ്കിൽ ഭൂമിയിലെ ജലം എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ നിർബന്ധമായും എക്സാമിന് പഠിക്കേണ്ട ചില ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമായിട്ടാണ് സാറ് വന്നിട്ടുള്ളത്. മക്കൾ റെഡിയാണോ? നമുക്ക് ഓരോന്നിലേക്ക് പോകാം മക്കളെ. ആദ്യത്തെ ക്വസ്റ്റ്യൻ മക്കളെല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഓൺ വിച്ച് ഡേ വി സെലിബ്രേറ്റ് വേൾഡ് വാട്ടർ ഡേ? അവിടെ ചോദിച്ചിട്ടുണ്ട് നമ്മൾ ലോക ജലദിനമായിട്ട് നമ്മൾ എന്നാണ് ആചരിക്കുന്നത് എന്നാണ് ചോദ്യം. അതിന്റെ ആൻസർ ഓൾറെഡി അവിടെ കൊടുത്തിട്ടുണ്ട് മക്കളെ. എന്നാണ്? മാർച്ച് 22 ആണ്. മാർച്ച് 22 നമ്മൾ ലോക ജലദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. ക്ലിയർ അല്ലേ? അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം മക്കളെ. എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഓൺ വിച്ച് ഡേ വി സെലിബ്രേറ്റ് വേൾഡ് വാട്ടർ ഷെഡ് ഡേ? അവിടെ ചോദിച്ചിട്ടുണ്ട് ലോക തണ്ണീർത്തട ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് എന്നാണ്. അതിന്റെയും ആൻസർ അവിടെ കൊടുത്തിട്ടുണ്ട് മക്കളെ. എന്നാണ്? ഫെബ്രുവരി 2 ആണ്. ഫെബ്രുവരി 2-ാം തീയതിയാണ് ലോക തണ്ണീർത്തട ദിനമായിട്ട് അല്ലെങ്കിൽ വാട്ടർ ഷെഡ് ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം മക്കളെ. എല്ലാവരും ശ്രദ്ധിച്ചോളൂ. റിക്ലമേഷൻ ഓഫ് ദ വെറ്റ് ലാൻഡ് വിച്ച് ആർ ദ നാച്ചുറൽ സിങ്സ് ഓഫ് വാട്ടർ will lead to several environmental problems like the following substantiate? അവിടെ ചോദിച്ചിട്ടുണ്ട് തണ്ണീർത്തടങ്ങൾ നികത്തുന്നത് നിരവധി പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കും. സമർത്ഥിക്കുക. അപ്പൊ നമുക്ക് നോക്കാം തണ്ണീർത്തടങ്ങൾ നികത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് നോക്കാം. ആൻസറിലേക്ക് നോക്കാം മക്കളെ. ആൻസർ ദാ ഇവിടെയുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ലോവറിംഗ് ഓഫ് വാട്ടർ ലെവൽ ഇൻ വെൽസ് ആണ് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. എന്താണ്? കിണറുകളിൽ ജലനിരപ്പ് താഴുന്നു. അതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് പോയിന്റ് എന്താ നോക്കാം. ഫ്ലഡ്സ് ബിക്കെയിം കോമൺ ഇൻ റിവേഴ്സ് ഈവൻ ഇൻ സൈറ്റ് റെയിൻസ്. അവിടെ പറയുന്നുണ്ട് ചെറിയ മഴയിൽ പോലും നദികളിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുന്നു. അതാണ് ഇത് സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? എങ്കിൽ നമുക്ക് നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം മക്കളെ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം. നോക്കൂ, ക്വസ്റ്റ്യൻ നോക്കൂ. ലിസ്റ്റ് ഔട്ട് ദ യൂസസ് ഓഫ് വാട്ടർ. ജലത്തിന്റെ ഉപയോഗങ്ങൾ പട്ടികപ്പെടുത്തുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഓരോന്നും നോക്കാം. ഫസ്റ്റ് വൺ ഈ പറയുന്ന അഗ്രികൾച്ചർ പേർപ്പസ് ആണ്, കൃഷി ആവശ്യത്തിനാണ് ഒന്നാമത്തത്. സെക്കൻഡ് വൺ ഇൻഡസ്ട്രിയൽ പേർപ്പസ് ആണ്, അല്ലെങ്കിൽ വ്യാവസായിക ആവശ്യത്തിനാണ് രണ്ടാമത്. മൂന്നാമത് നോക്കാം പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്, അല്ലെങ്കിൽ വൈദ്യുത ഉപയോഗത്തിനാണ് ഇത് 3. നാലാമത്തെ പോയിന്റ് നോക്കാം ഡൊമസ്റ്റിക് പേർപ്പസ് അല്ലെങ്കിൽ ഗാർഹിക ആവശ്യത്തിനാണ്. 5-ാമത്തെ പോയിന്റ് നോക്കാം മക്കളെ വാട്ടർ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ജലഗതാഗതത്തിനാണ്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായും ഇത് പഠിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ദ യൂസസ് ഓഫ് വാട്ടർ, ജലത്തിൻ്റെ ഉപയോഗങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണം. അങ്ങനെയെങ്കിൽ മക്കളെ നമുക്ക് നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഐഡന്റിഫൈ ദ സിറ്റുവേഷൻസ് ദാറ്റ് ലെഡ് ടു ദ വാട്ടർ പൊല്യൂഷൻ. അവിടെ ശ്രദ്ധിക്കണം. അവിടെ പറയുന്നുണ്ട് ഏതൊക്കെ സാഹചര്യങ്ങളാണ് ജലമലിനീകരണത്തിന് കാരണമാകുന്നത്. അപ്പോൾ വാട്ടർ പൊല്യൂഷന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം അതിന്റെ ആൻസേഴ്സ് നോക്കാം. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ നോക്കിക്കോളൂ, ആൻസേഴ്സ് നോക്കിക്കോളൂ. ഫസ്റ്റ് പോയിന്റ് നോക്ക്. പൊല്യൂട്ടൻസ് ഓർ എഫ്ലുവൻസ് ഫ്രം ഇൻഡസ്ട്രീസ്. അല്ലേ, വ്യവസായശാലകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ അതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. സെക്കൻഡ് പോയിന്റ് നോക്കൂ. യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്. ഈ പറയുന്ന കീടനാശിനികളും അതേപോലെ രാസവളങ്ങളുടെയും ഉപയോഗമാണ് ഇത് രണ്ടാമത്തത്. തേർഡ് വൺ നോക്കാം. അൺസയന്റിഫിക് മെത്തേഡ്സ് ഓഫ് മോഡേൺ അഗ്രികൾച്ചർ ആണ്, ആധുനിക കൃഷി രീതിയിലെ അശാസ്ത്രീയതയാണ് ഇത് മൂന്നാമത്തത്. നാലാമത്തത് നോക്കാം മക്കളെ. യൂസ് ഓഫ് പ്ലാസ്റ്റിക്സ് ആണ്, ഈ പറയുന്ന പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗമാണ് ഇത് 4. അഞ്ചാമത്തത് നോക്കാം ആസിഡ് റെയിൻ അല്ലെങ്കിൽ ആസിഡ് മഴയാണ് മക്കളെ ലാസ്റ്റ്. അപ്പോൾ മക്കളെ ശ്രദ്ധിക്കണം, ഇത്രയും ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ചാപ്റ്ററിനകത്ത് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ്. അപ്പോൾ ഇത് പഠിച്ചാൽ വലിയൊരു മാർക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. മക്കൾ നിർബന്ധമായും ഈ വീഡിയോ എന്ത് ചെയ്യണം, മുഴുവനായിട്ട് നിങ്ങൾ ഇത് കാണുകയും വേണം. അത് കൂടാതെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ രേഖപ്പെടുത്തുകയും വേണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മക്കളെ, നിങ്ങൾ കാണുന്നത് ജിതിൻ സാറാണ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജിതിൻ സാറെയാണ്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജിതിൻ സാറെയാണ്. നമുക്ക് വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.